അമ്മേ അമ്മേ ഞാനൊന്ന് അമ്പലത്തിലൂടെ പോയിട്ട് വരാം. ആ ശരി പോയിട്ട്. ആ ഇതാരാ അമ്മാവനോ? ശരി, എങ്ങോട്ടാ? വേഷം കണ്ടിട്ട് അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു. അതെ അമ്മാവാ, അമ്പലത്തിലോട്ട്. ആ ശരി, പോയിട്ടോ. അമ്മാവ ഒന്ന് കയറി. ആ ഏട്ടൻ രാവിലെ എത്തിയോ? ഏതാ ഏട്ടൻ ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം കേട്ടോ. ഏട്ടാ ചായ കുടിക്ക്. നല്ലൊരു സൗണ്ട് കേൾക്കുന്നത്. ആ എന്താ വന്നല്ലോ? എന്താണെന്ന് അറിയില്ല, മനസ്സിലായിരുന്നു. നീ വേണ്ടതൊക്കെ ചിന്തിക്കുന്നോണ്ടാ. ആ എന്താ അമ്മാവാ, ചായ കുടിച്ചോ? കുടിച്ചു മോനെ. എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞു എന്റെ ഈ അമ്മ? ശരി അമ്മേ, എനിക്കും അമ്മാവനെ കാപ്പി എത്തിക്കും. വിശക്കുന്നു, അറിയാലോ ട്രെയിനിന് സമയമായി. ഇവനെ കാണാനല്ലോ സുധി. അവനിങ്ങ് വന്നോളും, നിങ്ങൾ വന്ന് കാത്തു. ശരി അമ്മാവാ. എന്തൊക്കെ അമ്മാവാ വിളിക്കുന്നത്? ട്രെയിൻ റിസർവേഷൻ ചെയ്തിട്ടുണ്ടോ? വളരെ 11:30 ട്രെയിൻ. നാളെ പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം. റിസർവേഷൻ ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തു. സ്ലീപ്പർ കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തു. ഓക്കെ. അവിടെ നിന്ന് ജോയിൻ ചെയ്യണോ? ജോലി എനിക്ക് മറ്റന്നാൾ രാവിലെ അവിടെ ചെയ്യും. എന്താ ഭയങ്കര നോക്കുന്നത്? ആളെ കണ്ടിട്ട് മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ, എന്തോ പറ്റി? എത്ര നാൾ കഴിഞ്ഞാൽ നിന്നെ കാണുന്നു? ഇതാ അമ്മാവ പ്രശ്നം. അത് ഇനി പുറത്തു പോയി അല്ലെങ്കിൽ ലേറ്റ് ആയി. സുധിയെ കഴിക്കും. എന്താ പറയുന്നത്? എന്റെ പൊന്നമ്മാവ, ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്റെ പൊന്നു ജാനക്കുട്ടി, ഞാനിത് നിങ്ങളെ വിട്ടിട്ട് പോകണമെന്നാണോ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ജോലിക്കല്ലേ പോണത്? പോയിട്ട് വരുമല്ലോ, പിന്നെ എന്തിനാ ആദ്യം കണ്ണു തുടങ്ങി? എന്റെ പൊന്നമ്മാവ, ഇതൊരു വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. മതി മതി, ഒരു കാര്യം മതി. എന്താ ജാനകി കാണിക്കുന്നത്? നല്ലൊരു കാര്യത്തിന് പോകുന്ന അവരെ കൂടി കരയിക്കാൻ തോന്നിയാണ്. അവൻ കൊച്ചുകുട്ടിയെന്നല്ല, മുതിർന്ന പയ്യനാ. ആ ഓർമ്മ നിനക്ക് വേണം. നീ പോയി പോകാൻ കഴിയുക? ഏട്ടന് എന്റെ മനസ്സിനകത്ത് അറിയില്ല. എന്നത്തെയും സംഭവം ഇതാണ്.
എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ നടക്കുന്ന കാര്യമാണ്. ആ അമ്മേ മാവോ ഹരി ട്രെയിനിന്റെ സമയം നമുക്ക് ഇറങ്ങാം. നീ ഇരിക്കും, ആദ്യം കഴിക്കും. നീ ഒന്ന് റെഡിയായില്ലേ ഇരിക്കും, നീ ഇരിക്കുക. അവനും കൂടെ കഴിക്കാൻ പെട്ടെന്നാവട്ടു. കഴിക്കാം. അമ്മയില്ല പാക്ക് ചെയ്ത് വെച്ച എല്ലാം പാക്ക് ചെയ്യും. എടുത്താ ഒരെണ്ണം മതി, സമയമില്ല. കഴിക്കാൻ ഒന്നും ടൈം കുറവാണ്. ഇപ്പൊ എത്തുമല്ലോ. അവൻ എനിക്ക് മതി. ഞാൻ പോകുന്നു. എന്തൊക്കെ ഉണ്ടോ വിശേഷം? സുഖം. നിങ്ങൾ എങ്ങനെ പോകുന്നു? ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ എത്ര മണിയാ? 11 പെട്ടെന്നാണ്. എന്താ വിഷമമൊന്നും വേണ്ട. ഞാൻ അടുത്ത മാസം പോകാനായിട്ടില്ല. ശരി അമ്മേ, ഞാൻ പോയിട്ടുണ്ട്. അയ്യേ, ഇങ്ങനെ കരയല്ലേ, ഞാൻ പോയിട്ട് വരുമല്ലോ. ഇതിപ്പോ എന്നെയും കൂടെ വിഷമിപ്പിക്കാമല്ലോ. ഞാനും കുട്ടി കരയല്ലേ. പോയോ മോനെ, എനിക്ക് നല്ലതേ വരും. ശരി, ഒന്ന് നോക്കിക്കോണേ. ശരി അമ്മ, അപ്പൊ ഞാൻ പോകും. ആവട്ടെ. കോള് കണ്ടില്ലേ? കോള് നല്ല കോളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നവർക്ക് മഴ പെയ്യാതിരുന്നാൽ മതിയാണ്. കാക്കാം നമ്മളെ. എന്തായാലും ഒരിടത്ത് നിർത്തണ്ട. ഈശ്വരാ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. നീ സമാധാനമായിരിക്കും ജാനു. നീ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളൊക്കെ ഇവിടെയില്ലേ. ഓണം ഇനിയും വരും. അവൻ പോയി മിടുക്കനായി വരട്ടെ. അവന് നമുക്കൊരു ജീവിത പങ്കാളിയെ കൂടി കണ്ടെത്തി ആ ചടങ്ങ് നമുക്ക് ആർഭാടമായി ആഘോഷിക്കാം. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ജാനു. ഞാൻ പോയിട്ട് വൈകുന്നേരം ഒരു 6:30 മണിയാകുമ്പോൾ എത്താം. എനിക്ക് പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. ശരി ഏട്ടാ, എന്നാ ഏട്ടാ പോയിട്ട് വാ. ജാനുമ്മേ, ആ സുധി മോനെ, എല്ലാം കഴിഞ്ഞോടാ? എല്ലാം കഴിഞ്ഞു. അവന് വണ്ടി കയറ്റി വിട്ടോ? വണ്ടി കയറ്റി വിട്ട് എല്ലാം മംഗളായില്ലല്ലേ? ഞങ്ങളായി. അപ്പൊ നമ്മളെയൊക്കെ വിട്ട് പറന്നു. അവൻ നിന്നെ വിളിക്കുമല്ലോ, വിഷമിക്കണ്ട. വിളിക്കും. 2 ദിവസം കഴിഞ്ഞ് വിളിക്കും. അന്നേരം അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. ഈശ്വരാ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. എനിക്ക് വേറെ ഇച്ചിരി പ്രോഗ്രാം ഉണ്ട്. ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. മോനെ, ഞാനും കൂടെ വരുന്നു. പിന്നെ അമ്മയെ വൈകിട്ട് ഞാൻ വരണോ? വേണ്ട മോനെ, കൃഷ്ണേട്ടൻ വരുമല്ലോ. പോട്ടെ അമ്മേ. ശരി ശരി, ഞാൻ ശരി. അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോനെ? ഹരി എന്നെ വിളിച്ചിരുന്നു. ഹരിയുടെ കമ്പനിയിൽ നിന്ന് 10 ദിവസത്തെ ലീവ് ഹരിക്ക് കൊടുത്തു. ഈ ഓണത്തിന് നമ്മളോടൊപ്പം അടിച്ചു പൊളിക്കാൻ ഹരി നമ്മളോടൊപ്പം ഉണ്ട്. സത്യമാണോ നീ? സത്യമാണ് അമ്മേ. ശരിക്കും? ശരിക്കും. ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. സന്തോഷായി എനിക്ക്. രണ്ടുപേരുടെ മുഖത്തൊരു സന്തോഷം. അമ്മാവ, നമ്മളെ ഹരി എത്തുന്നുണ്ട്. 10 ദിവസത്തെ ലീവ് കമ്പനി കൊടുത്തു. ഹരി എത്തുന്നു. ആ ജാനുവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. തീർച്ചയായും. അതെ, എന്റെ പ്രാർത്ഥന കേട്ടു ഈശ്വരൻ. ശരി മോനെ, ഞാനൊരു ചായ എടുക്കാം. എനിക്ക് സമയമില്ല അമ്മ. ഞാൻ ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് വന്നതാ. ഞാൻ വേറെ ജോലിയിൽ നിന്നതാണ്. അതുകൊണ്ട് ചായ എടുക്കണ്ട, പിന്നീട് ആവാം. ഞാൻ വൈകിട്ട് ഇങ്ങോട്ടൊന്ന് കയറാം. പോട്ടെ അമ്മ, പോട്ടെ. ഓക്കെ, പെട്ടെന്നിരിക്കെ, ഞാനൊരു ചായ എടുക്കാം. എന്തായിട്ടാ തിരുവണ്ണായിട്ട് അവൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയം കണ്ടില്ലല്ലോ? വരുമായിരിക്കും ജാനേ, ഇത് സമാധാനമായി.
അമ്മേ, ആരെയുടെ അവനാ? ശബ്ദമല്ല കേൾക്കുന്നെ? സ്നേഹം പുറമെ ഒന്ന് കഥ തുടങ്ങി. അയ്യോ എന്റെ കുഞ്ഞ് മോനെ, എന്ത് വിഷമിച്ചോ? പിന്നെ അല്ലാതെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയം നോക്കിയിരുന്നില്ലേ? എന്തോ യാത്ര സുഖമായിരുന്നോ? ആ യാത്ര സുഖം. ഇല്ല അമ്മ അമ്മ എനിക്ക് ഞാൻ ഇരിക്കാം ഞാൻ ക്ഷീണിച്ച് വന്നല്ലേ എനിക്ക്. ആ ശരി. ശ്രുതി എന്തിയ മോനെ? എടാ സുബി കേറി വേടാ. ആ അതാ വരുന്നില്ല. അമ്മ രാവിലെ എത്തിയോ? ആ ഞാൻ രാവിലെ എത്തി. നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? എനിക്ക് 10 ദിവസത്തെ ലീവാണ്. തിരുവോണം അല്ലേ? ആ സുധി, ആ ഇരിക്കാൻ പോവാം. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? എന്ത് വിശേഷം? ശരി അതിരിക്കട്ടെ, എനിക്കിന്ന് എന്താ സ്പെഷ്യൽ? ഒരു സ്പെഷ്യലും ഇല്ല. ഇവിടെ എന്തുണ്ടോ അത് തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇന്നത്തെ ഓണം നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് എല്ലാവർക്കും അടിച്ചു കൊടുക്കും. എന്റെ സ്പെഷ്യൽ നീയല്ലേടാ. അല്ലേ അറിയാം, ഉറപ്പായിട്ട് അടിച്ചു പൊളിക്കാം. തീർച്ചയായും. ശരി അമ്മേ, എന്നാ എന്തായാലും കഴിക്കാം. എനിക്ക് വിശക്കുന്നു. നല്ല വിശപ്പുണ്ട്. ശരി അമ്മ, രാവിലെ കഴിച്ചായിരുന്നോ? രാവിലെ കഴിക്കാണോ? ശരി വാ കഴിക്കാൻ പോ. ഞാനുണ്ട് ഓണം ഉണ്ണാൻ.